ഹായ് ഹലോ നമസ്കാരം. ട്രേഡ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ഇല്ലാതെ കുറേ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാപിറ്റൽ എന്നതൊരു പ്രശ്നമാണോ? ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം. അവൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു. കോഴ്സ് അറ്റൻഡ് ചെയ്താലും അവന് എത്ര നോക്കിയിട്ടും ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഒന്നോ രണ്ടോ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ തന്നെ അവൻ്റെ ക്യാപിറ്റൽ പോകുന്നുണ്ട്. പിന്നെ മൂന്നാമതോ നാലാമതോ ട്രേഡ് എടുക്കുമ്പോൾ അവൻ ടെൻഷൻ വരുന്നു. അവൻ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. അവൻ EMI ഒരു ഫോൺ എടുത്തു. അത്യാവശ്യം നല്ല വിലയുടെ ഒരു ഫോൺ എടുത്തു. ആ ഫോൺ എന്ത് ചെയ്തു? അവനൊരു 15,000 രൂപ നഷ്ടത്തിൽ ആ ഫോൺ റീസെൽ ചെയ്തു. എങ്ങനെയാണ്? EMI ഇട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങി ആ മൊബൈൽ ഫോണിൽ 15,000 രൂപ നഷ്ടത്തിന് അവൻ തിരിച്ച് റീസെൽ ചെയ്ത് മറ്റൊരു കടയിൽ സെല് ചെയ്തു. എന്നിട്ട് ഇവൻ ഈ പൈസ വെച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്യാപിറ്റലായി കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ്റെ സൈക്കോളജി മാറാൻ തുടങ്ങി, ഇവൻ്റെ ട്രേഡിങ് സ്റ്റൈലുകൾ മാറാൻ തുടങ്ങി. അവൻ അങ്ങനെ നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ചെയ്ത് ഇപ്പോൾ അടുത്ത ഈ കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു എന്നെ കോൺടാക്ട് ചെയ്ത് അവൻ ഫോണിൻ്റെ EMI കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ 1 രൂപ പോലും അവൻ്റെ കയ്യിൽ ഇല്ലാതെയാണ് അവൻ ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയത്. അവർക്കണം, മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് അവൻ ട്രേഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കിയത്. അപ്പോൾ ട്രേഡ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ഇല്ല എന്നൊക്കെ പറയുന്നവർക്കും നിങ്ങളതൊക്കെ ശ്രമിക്കാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വഴികൾ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്